ഷാഡോ ഗെയിമിംഗ്. നമ്മൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്ന് അതെ വീണ്ടും വന്നിരിക്കുന്നു. അതൊന്നൊരു വേറെ സെർവറിലാണ്, EXP. മനസ്സിലായില്ലല്ലേ? അത് വന്നിരിക്കുന്നത് ഈ പറക്കുംതളികയിലാണ്, RS മൈൻക്രാഫ്റ്റിൻ്റെ സെർവറിൽ. യെസ്, RS മൈൻക്രാഫ്റ്റിൻ്റെ സെർവറിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. ഞാൻ ഇത് ഇപ്പോൾ കുറേ നേരമായി ഒരു റെക്കോർഡർ വെച്ച് ഷോട്ട് എടുക്കണേ. ഞാനിപ്പോൾ ഇത്രയും വരെ എത്തിയത് ഞാൻ എടുത്തിട്ടുണ്ടായി. ആ റെക്കോർഡറാണെങ്കിൽ പകുതി വെച്ച് നിന്ന് പണി കിട്ടി. ഇത് പുതിയ റെക്കോർഡറാണ്, എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പകുതി വെച്ച് നിന്ന് പോവാണെങ്കിൽ പോയി. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ /home അടിച്ച് ഞാൻ ഒരു വീടുണ്ടാക്കാനുള്ള സ്ഥലത്ത് ഹോം സെറ്റാക്കി വെച്ചിട്ടുണ്ടായി. ഇതേ ഇവിടെയാണ്, ഈ ഭാഗത്താണ് എനിക്ക് വീടുണ്ടാക്കാൻ. ഇതിങ്ങനെ എന്നിട്ട് ഇവിടെ നട്ട് നിൽക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു. കുറച്ച് ഷുഗർ കെയിൻ കിട്ടി. ഷുഗർ കെയിനൊക്കെ ഇവിടെ പിടിച്ച് നാടാം. നമുക്ക് സെർവറിൽ റിച്ച് ആണെങ്കിൽ ഷുഗർ കെയിൻ വേണം. ഷുഗർ കെയിൻ ഇല്ലാണ്ട് റിച്ചൊക്കെ ആവട്ടോ, ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നുള്ളൂ. നമുക്ക് ഇവിടെ ഇനി അടുത്ത പണി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീട് പണിയണം. അങ്ങനെ അല്ലറ ചില്ലറ സംഭവങ്ങൾ ഹോം സെറ്റാക്കാൻ പറ്റണതുകൊണ്ട് തന്നെ നമുക്ക് വില്ലേജ് വേറെ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് ട്രേഡിംഗ് ഹാൾ സെറ്റാക്കണം. അവിടെ നിന്നൊരു ട്രേഡിംഗ് ഹാൾ സെറ്റാക്കിയിട്ട് അവിടേക്ക് ഹോം സെറ്റാക്കിയാൽ മാത്രം മതി. പരിപാടി തീർന്നു. അവിടെ വെച്ച് നമുക്ക് ഈ മരമൊക്കെ ഒന്ന് മുറിക്കണം. മരം മുറിച്ചാൽ നമുക്ക് വീട് പണിയാനുള്ള സോഴ്സ് കിട്ടും. ഇപ്പം ഞാനൊരു ബേസ് ഹൗസായിരിക്കും പണിയാം, ബേസിക് ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് ഇനിയും ഫ്യൂച്ചറിൽ എനിക്കിനിയും പണിതു ഇതിവിടെ വേറെ ഒന്നുമില്ലല്ലോ, പക്ഷേ പണിത് കൊണ്ടുവരണം. മനസ്സിലായോ? അതെ പണിത് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടയ്ക്കണോ വേണ്ടേ? അടച്ചേക്കാം. പിന്നെ ആർട്ടിഫിഷ്യൽ നാച്ചുറലിന് തോന്നിക്കുന്ന രീതിയിൽ ഒരെണ്ണം ഉണ്ടാക്കാം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ. പറഞ്ഞാൽ ഇതിനകത്ത് കളിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ഡിസ്കോഡ് സെർവറിൻ്റെ പേര് ഞാൻ അടിയിൽ കൊടുത്തേക്കാം. ഡിസ്കോഡിൻ്റെ എൻ്റെ നെയിം എനിക്ക് മറ്റേ പാട്ട് ഇടാൻ അറിയില്ല. ലിങ്ക് ഡിസ്കോഡ് സെർവറുണ്ട്, പക്ഷേ എൻ്റെ ലിങ്ക് ഇടാൻ അറിയില്ല. ഞാൻ ഇടാൻ സമയത്തൊന്നും വർക്കാവുള്ളൂ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പേര് കൊടുത്തേക്കാം. അടുത്ത ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ മതി. DC ലിങ്കൊക്കെ ഞാൻ ആ വഴി അയച്ചുതരാം. പിന്നെ ഇപ്പോൾ ഞാൻ കളിക്കുന്നത് ബാഡ് ലൈൻ ക്ലൈൻറ്റിൻ്റെ ഒരു മോഡ് പാക്ക് ഇട്ടിട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ FPS കിട്ടുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കണോണ്ടാണ് 60 കിട്ടണം, അല്ലെങ്കിൽ 100, 200 ഒക്കെ കിട്ടും. എനിക്ക് അത്ര കിട്ടാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് ദിവസം കുറച്ചുകൂടി കൂടിയതാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് FPS ഒക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും. വീഡിയോ എടുക്കുമ്പോൾ ഇത്രയും കിട്ടാൻ തന്നെ വലിയ കാര്യം. നമുക്ക് പറഞ്ഞു തന്നാൽ തന്നെ നമ്മുടെ വീട് പണിയണം. വീട് പണിയാൻ വേണ്ടി കുറച്ച് റിസോഴ്സ് ആവശ്യമുണ്ട്. റിസോഴ്സ് ഇപ്പോൾ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാം, ഷോപ്പൊക്കെ ഉണ്ട്. ബട്ട് എന്തായാലും പറയാൻ വന്നേ, നമുക്ക് കാശില്ല. ആകെ $132 ഉള്ളൂ. ഒന്നുമില്ല കേട്ടോ, $132 ഉള്ളൂ. $132 ഉള്ളതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഫുഡ് വാങ്ങാൻ പറ്റും. 400 ഉണ്ടായതാണ്. 400ഒക്കെ ഒരു 16 ബ്രെഡ് വാങ്ങിച്ചേപ്പിക്കുന്ന ആ $400 $300 സംതിങ് ചിലവായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കണത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെയും വരെയുള്ള വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായി. ആ റെക്കോർഡർ ഒരെണ്ണം എനിക്ക് പണി കിട്ടി. ആ റെക്കോർഡർ ഒന്നും പറയില്ല. ഞാൻ പോയി പണി കിട്ടിയതാണ്. ഡയമണ്ട് ഇപ്പോൾ ഞാൻ ഡയമണ്ട് റിച്ചായി. പക്ഷെ ഡയമണ്ട് ഇപ്പം കാണുന്നില്ല. ഞാൻ സമ്മതിക്കില്ല കേട്ടോ, ഇത് ഞാൻ സമ്മതിക്കില്ല. അയ്യോ ഇല്ല, ആവേശത്തിലെടുത്ത് ചെയ്തതാണ്. ഇപ്പം എല്ലാം പോയി. ദൈവമേ, ഇതിൻ്റെ ഇങ്ങനെ മിക്ക സർവറിൽ നിന്ന് ഇറങ്ങിപ്പോവും.
എൻ്റെ ഡയമണ്ട് എനിക്ക് 3 ഡയമണ്ട് വേണം. എൻ്റെ 3 ഡയമണ്ട്. പക്ഷേ എന്തൊരു കഷ്ടത്. ആവേശത്തിനടുത്ത് എറിഞ്ഞതാണ്, ഡയമണ്ടും പോയി. /ഷോപ്പ്. നമ്മളാണ് ഷോപ്പിൽ ഏറ്റവും കൂടുതൽ വില കൂടുതൽ. ബാമ്പൂന് $5. എടാ ഏറ്റവും കൂടുതൽ കാക്ടസിനാടാ. ഡയമണ്ട് ഡൂഫ് എൻ്റെ തന്നെ. ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത് കാക്ടസിനാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വൈകാണ്ടൊരു കാക്ടസ് ഫാം ഉണ്ടാക്കേണ്ട വരും. /സെൽ GUI കാക്ടസ് ഫാം എന്തായാലും ഉണ്ടാക്കേണ്ടി വരും. അതെ, അതുകൊണ്ട് നമുക്ക് നല്ല കാശ് കിട്ടും. കറക്റ്റ് 64 സ്റ്റാക്ക് കാശ്. 64.17 കറക്റ്റല്ല. നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു വീട് പണിയാം നമ്മുടെ. ഞാൻ പറയുകയാണ് സ്റ്റാർട്ടർ ഹൗസാണ്, വലിയതായിട്ടുള്ള സംഭവമൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. പിന്നെ എത്ര ഇങ്ങനെ അതെന്താ അങ്ങനെ എന്താ സാധനം? ഇതിൻ്റെ സെർവറിൻ്റെ IP ആണെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. 2 3 4 5 6 7 മതി കേട്ടോ. ഇതിങ്ങനെ വളച്ചാലോ പോവാണെങ്കിൽ എനിക്ക് ഞാൻ ഷവൽ ഉണ്ടാക്കട്ടെ. ഞാൻ കാണിച്ചുതരാം. ഷവൽ ഉണ്ടാക്കാം. ഡീപ്പ് സ്ലേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഷവൽ? ഓക്കെ, പറ്റും. ആണെങ്കിൽ ഇതിങ്ങനെ നമുക്കൊരു ഇങ്ങനെ ഒരു വീടാണ് എൻ്റെ മനസ്സിൽ. എന്നിട്ട് നരി വഴി കണക്റ്റാവും. നമുക്ക് രണ്ടാമത്തെ നില വേണമെങ്കിൽ രണ്ടാമത്തെ നില ചെയ്യാം. അങ്ങനത്തെ ഒരു സംഭവം ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മറ്റേ വശം വന്ന് നിൽക്കുന്നത് മരം വെക്കാനായി. അപ്പോൾ ഇവിടെയാണ് വശം കിട്ടി. ഫസ്റ്റ് ഐറ്റം ചെക്ക്. എനിക്ക് എല്ലാ സൈഡിലും ഇത് എന്തൊരു കഷ്ടമാണിത്. തുടങ്ങിയുള്ളൂ ഒരു പ്രശ്നം പറയാൻ തുടങ്ങി. ഭാഗ്യമില്ല എന്ന് പറയുന്നത് ഇതാണ്. റെക്കോർഡറിൻ്റെ കാര്യം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ അടുത്തത് പ്രശ്നം. ഒരു മാതിരി സെറ്റാക്കി ബാഡ് ലൈൻ ക്ലൈൻറ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞോ എനിക്കറിയില്ല. ബാഡ് ലൈൻ ക്ലൈൻറ്റിൻ്റെ മോഡ് പാക്ക് വേണമെങ്കിൽ, മോഡ് പാക്കിൻ്റെ ഒരു വീഡിയോ സഹിതം അങ്ങനെ സെറ്റപ്പൊക്കെ കാര്യങ്ങൾ വേണമെങ്കിൽ വേണമെങ്കിൽ എനിക്ക് ഒരു 30 ലൈക്ക് അല്ലെങ്കിൽ 1K വ്യൂസ് കിട്ടൂല. 1K വ്യൂസിൻ്റെ അടുത്തെങ്കിലും എത്തണ രീതിയിൽ കുറച്ച് വ്യൂസ് 1K വ്യൂസിൻ്റെ അടുത്തെത്തണ കുറച്ച് ഒരു 100 വ്യൂസ് മതി. അത്രയൊക്കെ കിട്ടുള്ളൂ എൻ്റെ വീഡിയോയ്ക്ക്. അതുകൊണ്ട് അത്രയും ഒപ്പിച്ച് തരാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇറക്കാം ഇതിനെക്കുറിച്ച്. അങ്ങനെയാണ് നമ്മൾ നല്ല FPS കിട്ടും. വെറുതെ പറയുന്നില്ല, നിങ്ങൾക്ക് സൈഡിൽ കാണാം, FPSൻ്റെ സംഭവം സൈഡിൽ കാണാൻ പറ്റുമല്ലോ. നല്ല FPS കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി. പിന്നെ കമൻറ്റ്, ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഞാൻ ഇടാം. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് പിന്നെ അടി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനകത്ത് ചെന്ന് ഒന്ന് മിസ് കോളല്ല, അതിനകത്ത് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ വേറെ ഡൗട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഭവം ക്ലിയർ ആക്കി തരാം. നേരെ അങ്ങോട്ടേക്ക് കുഴിച്ച് പോവാം. നമ്മളിപ്പോൾ 50 സംതിങ് സബ്സ്ക്രൈബേഴ്സിലാണ് നിൽക്കണത്.
എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യൂലേ അല്ലേ? ചെയ്യണം കേട്ടോ. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല വീഡിയോസ് കണ്ടൻറ് ഇടാണെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ വേണം. ഞാൻ വീഡിയോ പിന്നെ ഇടണമെന്ന് നിങ്ങളിപ്പോൾ പറയും. അത് ഞാൻ പറഞ്ഞില്ലേ, റെക്കോർഡറിൻ്റെ അല്ല, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇട്ടേനെ. ഇപ്പോൾ റെക്കോർഡർ കിട്ടി. നല്ല റെക്കോർഡറാണെന്ന് തന്നെ എൻ്റെ ഒരു ഇത്. കാരണം ഇത്ര നേരമായിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. അത്യാവശ്യം ബാറ്റിൽ ലൈൻ ക്ലൈൻ്റെ മോട്ടോയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല FPS കിട്ടുന്നുണ്ട്. ഇത് മറ്റേ ഇത് ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ തട്ടിയൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ സെറ്റായനെ. നമുക്കിപ്പോൾ പണി തുടങ്ങാം ഗൂയിസ്, പണി തുടങ്ങാം. കുറച്ച് കോബിൾസ്റ്റോൺ കിട്ടി. ഒരു സ്റ്റാക്ക് കിട്ടി. ഒരു സ്റ്റാക്ക് 9 കിട്ടി. അതുകൊണ്ടൊക്കെ ഫസ്റ്റ് കുറച്ച് തീർക്കാം. ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ പില്ലർ മൊത്തം തീർക്കാം. അതുകഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ 2 3 4 പോരെ? 4 മതി. 2 3 4 2 3 4 അത് 4 കൂടെ ഉള്ളൂല്ലോ. 2 3 4 വെട്ടെ. ഈ ഒരു മരം കൂടി വെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളതാവും. ഞാൻ ഒന്നും കൂടി പറയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് അടിക്കുമല്ലോ അല്ലേ? അടിക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലടിക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം കളിക്കണമെന്നുണ്ടെങ്കിൽ, പറക്കും തളികയിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്കോഡിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പം എത്രയായി? 2 3 4 മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ റിപ്ലൈ തരാം. അയ്യോ, ഇതിങ്ങനെ ഇങ്ങനെയാവും നന്നാവുക. അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് എൻ്റെ പ്ലാൻ. ഇങ്ങനെ ഒരു വിൻഡോ വരാൻ. അല്ലെങ്കിൽ ഇതിങ്ങനെയാവോ നന്നാവുക? എന്നുവെച്ചാൽ നല്ലത് ഇതാണ് നല്ലത്. ഐ തിങ്ക് ദിസ് ഈസ് കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. ദിസ് ഈസ് കുറച്ചുകൂടി നല്ലത്. ദിസ് ഈസ് കുറച്ച് ബാഡെന്നല്ല, എനിക്ക് തോന്നണതാണ്. നമ്മളല്ലേ സ്റ്റാർട്ടർ ബേസാണ്, അതുകൊണ്ട് വലിയ ഇതിനകത്ത് നോക്കുകയൊന്നും വേണ്ട. തൽക്കാലം ഒന്ന് നിൽക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് അത്രയും ഇതിനകത്തൊന്നും പ്രതീക്ഷിച്ചാൽ മതി. 2 വിൻഡോ ഇവിടെ അടച്ചിട്ട് ഓക്കെ സെറ്റ്. ബാക്കി വുഡ് വേണം ഗൈസ്. വുഡില്ലാണ്ട് പരിപാടി നടക്കൂല. എന്തൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്തു, അതുകൊണ്ട് ആ വുഡൊക്കെ താഴെ പോയി. ഇതല്ലേ കുറച്ചുകൂടി രസം. അറിയില്ല കേട്ടോ, ശരിക്കും എനിക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് കളിക്കുമ്പോൾ കുറച്ച് റൂൾസും ഇതൊക്കെ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മ കിട്ടില്ല. RS മൈൻക്രാഫ്റ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ഞാൻ പട്ട ചെയ്തിടണം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയേ, മറന്നുപോയല്ലോ. അപ്പം അങ്ങനെയാണ് സംഭവം. റൂൾസൊക്കെ ഉണ്ട്. ഗ്രീഫിംഗ് ഒന്നും പാടില്ല. നോ ഗ്രീഫിങ്, നത്തിങ്. അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ സെർവർ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നല്ല പീസ്ഫുള്ളായിട്ട് കളിക്കാൻ പറ്റിയ സെർവറാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാം.
വേറെ എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാമെന്നല്ല എന്തായാലും ചെയ്യും. ഓഫ്, എൻ്റെ ലാക്സിലെ മറന്നുപോയി. നമുക്ക് ലാക്സ് ഉണ്ടാക്കാം. ആ സ്റ്റോൺ എടുത്ത് ഇവിടെ വെച്ചാൽ പരിപാടി തീരും. ഇപ്പോൾ തീരും. 2 ഗ്ലാസ് വയ്ക്കല്ലേ, 3 വയ്ക്കണോ? അല്ലെങ്കിൽ അവസാനത്തെ എനിക്ക് വെട്ടം വേണം. എല്ലാ സ്ഥലത്തും ഓരോരോ ഓട്ടം ഇട്ട് കൊടുക്കാം, നമുക്ക് വെട്ടം കിട്ടും. കൊള്ളൂല, എന്നാലും കുഴപ്പമില്ല. സ്റ്റാർട്ടറല്ലേ, ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ടർ ബേസ് ആയതുകൊണ്ട് അതൊക്കെ തന്നെ വലിയ കാര്യം. ഇനി മേളുഭാഗം എങ്ങനെ വെക്കണം, അതിനാണ് ഇനി അടുത്ത ടാസ്ക്. ടെമ്പററി ബ്ലോക്കായിട്ട് കുറച്ച് ഡേർട്ട് ഉണ്ട്. അതല്ല, ഈ ഭാഗം എന്ത് ചെയ്യും? അതൊരു പോയിന്റ് ആണല്ലോ. എന്ത് ചെയ്യും ഇങ്ങനെ നോക്കിയല്ലേ തൽക്കാലത്തേക്ക്. നമ്മൾ അതിനു വേണ്ടി വേറെ പരിപാടി ഒന്നും ചെയ്യാം. ഇങ്ങനെ നോക്കിയാൽ സ്റ്റാർട്ടർ ബേസ് അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പെർമനൻറ്റ് ബേസായിട്ട് എടുക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലും അതിനനുസരിച്ച് നമുക്ക് ബേസിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. എൻ്റെ പൊന്നെ, ഇപ്പം തീർന്നേനെ. ഇങ്ങനെ വയ്ക്കുന്നു. ഒറ്റ സമയത്തിൻ്റെ റെക്കോർഡർ അടിച്ച്. ഗൈസ്, ഇവിടെ വീട് പണി തീർന്നു. യെസ്, നമ്മൾ ഫൈനലി ആ റെക്കോർഡർ അടിച്ച സമയത്ത് നമ്മൾ കണ്ടില്ല. അതിൻ്റെ സമയത്ത് കുറേ വോയിസ് ഓവർ കൊടുത്തു, ഒന്നും റെക്കോർഡായില്ല. അപ്പോഴേക്കും എൻ്റെ വീട് പണി തീർത്തു. സോറി, വീട് പണി കാണിച്ചു തന്നെ ബോറടിപ്പിച്ചില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പട്ടിണി കിടന്നാണ് ഈ വീട് പണി തീർത്തത്. കണ്ടോ, എനിക്ക് ഹെൽത്തില്ല. എൻ്റെ ഹാർഡ് വർക്കാണിത്. ഉള്ളിൽ ഇതൊന്നും നോക്കണ്ട, ഇതൊക്കെ നമുക്ക് മാറ്റണം. പിന്നെ കുറച്ച് തുളയൊക്കെ ഉണ്ട്, ആ തുളയൊക്കെ ഞാൻ അടയ്ക്കണം എന്നല്ല, ഗ്ലാസ്സൊക്കെ വെക്കണം. നമ്മുടെ കയ്യിലിപ്പോൾ 197 മണിയുണ്ട്, $. 197 ഉള്ളൂ. നമുക്കിത് കൂട്ടണമെങ്കിൽ ഇത് വളരണം. ഞാൻ പറയുകയാണെങ്കിൽ ക്യാക്ടസിന് എത്ര /SHOP ഷോപ്പ്. കാക്ടസിന് ഞാൻ പറയാം 50 രൂപ എങ്ങാണ്ടോ ആണ്, 20 രൂപയാണ് വാങ്ങാൻ. $800 അത് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയേക്കണോ? ഇത് കിട്ടുള്ളൂ. ഷുഗർ കെയിന് നല്ല ഓപ്ഷനാണ്, ഇത് നല്ല ഓപ്ഷനാണ്. ഇത് വിറ്റ 20 കിട്ടും, ഇത് വിറ്റ 15 കിട്ടും, ഇത് വിറ്റ 5 കിട്ടും. ബാമ്പു വിറ്റ, ലെമൺ വിറ്റ $3, ക്യാരറ്റിന് $5, ലെതറിന് $40. ഒരു കൗ ഫാം ഉണ്ടാക്കുകയാണെങ്കിൽ ഫുഡും കിട്ടും, ലെതറും കിട്ടും. എനിക്കറിയില്ല. നമുക്ക് ഇതൊക്കെ ഇപ്പം കിട്ടണേ. ഇത് വിറ്റോക്കിയാ എത്ര കിട്ടും? 4 എണ്ണോ? കളും വേറെ എന്തെങ്കിലും ചെയ്യണ്ട. /SE സെൽ ഓളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ടൈമുണ്ട്.
എൻ്റെ റെക്കോർഡർ വീണ്ടും പണി വന്നു ഗൈസ്. എത്ര ഭാഗം വരെ റെക്കോർഡായെന്ന് പറയില്ല, ചെന്ന് നോക്കുമ്പോൾ പറയാം. എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നിർത്താണ്. കാരണം റെക്കോർഡറിൻ്റെ പണിയും പുതിയ റെക്കോർഡർ കണ്ടുപിടിക്കാം. പിന്നെന്താ, നമ്മുടെ വീഡിയോ പണി ഇത്രയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് കേൾക്കുന്ന സമയത്ത് ഇതൊന്ന് സെറ്റാക്കണം, ഗ്ലാസ്സൊക്കെ കേൾക്കണം. ഡേർട്ട് അത് നോക്കണ്ട. നിൽക്കണ സമയത്ത് ഒന്ന് നമുക്ക് ഇത് മൊത്തം കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ പിന്നെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ബാഡ് ലാംഗ്ലൈൻ്റെ സംഭവമൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ചെയ്യണമെങ്കിൽ ഡിസ്കോർഡ് മെസ്സേജ് അയച്ചാൽ മതി. യൂസറിനെയും താഴെ കൊടുക്കാം, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഫുൾ വരെ കണ്ടിരുന്നവർക്കൊക്കെ താങ്ക്സ്. അടുത്തൊരു പറക്കുന്നതലിക്കയുടെ എപ്പിസോഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എപ്പിസോഡായിട്ട് വരണവരെ ബൈ 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 ബൈ. ഓക്കെ, ബൈ ബൈ. പോയില്ലേ? ബൈ ബൈ. ഇന്ന് പോ. എന്താ പോവാത്തത്? ബൈ ബൈ.